കള്ളാടി ദുരന്തത്തിൽ ചികിത്സാ സഹായം പോലും ലഭിച്ചില്ലെന്ന ദുരന്തബാധിതർ സ്ഥലം MP പ്രിയങ്ക ഗാന്ധി തിരിഞ്ഞു നോക്കിയില്ലെന്നും തോട്ടം തൊഴിലാളികൾ അപകടത്തിൽ ടാങ്കർ ലോറിക്കടിയിൽ നിന്നും രക്ഷപ്പെടുത്തിയ കൂടമാൾ ഇപ്പോഴും ചികിത്സയിലാണ്. കള്ളാടി ദുരന്തമുണ്ടായിട്ട് 10 ദിവസം തികയുന്നു. കള്ളാടിക്കാർക്കും പറയാനുണ്ട് ചിലത്. നമ്മുടെ കൂടെ കള്ളാടി ചുളുക്ക വാർഡ് മെമ്പർ ജിതിനുണ്ട്. ജിതിൻ, ഇപ്പോൾ ദുരന്തം നടന്ന് 10 ദിവസമാവുന്നു. ഇതുവരെ MP ഒന്നും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടേ ഇല്ല. ഒരു ദുരന്ത മുഖത്ത് എത്തിച്ചേർന്ന നിങ്ങൾക്കുള്ള എല്ലാവരെയും സഹായിക്കേണ്ട അല്ലെങ്കിൽ ആശ്വസിപ്പിക്കേണ്ട ഒരു MP ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം. ഈ മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള നമ്മൾ കേരളത്തിൻ്റെ കൃഷിമന്ത്രിക്ക് വരെ അതിന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. ഇന്നലെ മാധ്യമ സുഹൃത്തുക്കൾ നമ്മൾ പ്രിയപ്പെട്ട സിദ്ദീഖാനോട് ചോദിക്കേണ്ടായി MP ഇതുവരെ വന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് പോലും കൃത്യമായിട്ടൊരു മറുപടി പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ മറുപടി പറയാൻ പറ്റും? വരണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ യുക്തിയിൽ വരേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് അവരുടെ മണ്ഡലത്തിൽ ഇത്ര വലിയൊരു ദുരന്തം നടന്നു. ഇതിനേക്കാൾ വലിയ ദുരന്തമാണ് കഴിഞ്ഞ പ്രാവശ്യം ചുരുൾമല മുണ്ടക്കൈയിലുണ്ടായിട്ടുള്ളത്. ആ ദുരന്തത്തിൽ ഒരു രൂപ പോലും സഹായിക്കാത്ത ഒരു MP ആണ് നമ്മൾ MP എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു MP ഈ ഒരു ദുരന്തത്തിൽ ഇവിടെ വരുമെന്ന് വ്യക്തിപരമായിട്ട് എനിക്കൊരു പ്രതീക്ഷയില്ല. പക്ഷേ ഇനി അവർ വന്ന് ഇവിടെയുള്ള ആൾക്കാരെ സഹായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആശ്വാസം പകരുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള കാഴ്ചപ്പാടാണുള്ളത്. കള്ളാടി ദുരന്തം നടന്ന മണ്ണ് കൂട്ടിയിട്ട പ്രദേശമാണത്. അവിടെ നിന്നും നേരെ മുകളിലുള്ള ഈ പാടിയിലാണ് ഇപ്പോൾ അന്ന് രക്ഷപ്പെട്ട ടാങ്കർ ലോറിക്കടിയിൽ നിന്നും അന്ന് വലിച്ചെടുത്ത കൂടമാളും ഭർത്താവും ഉള്ളത്. നമ്മൾക്ക് അവർക്കും പറയാനുണ്ട് കുറേ കാര്യങ്ങൾ. നമുക്ക് അവരോട് ചോദിക്കാം. ரத்தக்கட்டானு சதை பரண்டானு நீர் வச்சானு மொத்த இதாகின்னு வேதனை இருக்குது. அதனால் இப்போ நாங்கள் ஒரு ஆழ்ச்சியாக கட்டு போட்டிருக்கு. நீ மறுபடியும் இன்னொரு ஆழ்ச்சியாக கட்டு போடணும்னு அவரக்கா பறஞ்சது. எங்களுக்கு ஏதும் കിട്ടിയിട്ടില്ല. പൈസ ഏതും കിട്ടിയില്ല. ചികിത്സാ സഹായം ഒന്നും കിട്ടിയില്ല. ചികിത്സ സഹായം ഏതും കിട്ടിയില്ല. പഞ്ചായത്തിലതൊക്കെ സെഞ്ചത് എല്ലാം. ആണോ? ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഇതുവരെ ഏതും കിട്ടിയില്ല. പൈസ ഏതും കിട്ടിയില്ല. ഇங்கே உள்ள MP മാർ யாரும் வந்து നിങ്ങൾ വന്ന് നോക്കിയിട്ടില്ല. ഇത് ചെയ്തിട്ടില്ല. ചികിത്സാ സഹായം ഒന്നും ചെയ്തിട്ടില്ല. ആരും വന്ന് ഇതുവരെ നോക്കിയിട്ടില്ല. വിപര്യാഗാന്ധി വന്ന് ഇതുവരെ നോക്കാൻ വേണ്ടിയ ആളാണ്. ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. ഇതുവരെ ഇവിടെ വന്നിട്ട് ഞങ്ങളൊന്നും ഏതും ചോദിച്ചിട്ടില്ല. ഒന്നുമില്ല. പൈസ ഇതുവരെ ഏതും കിട്ടിയിട്ടില്ല. നമുക്ക് അല്ല, ഒന്നും കിട്ടിയിട്ടില്ല. രണ്ടാൾക്കും അവർ പാലരാജിക്കും പിന്നെ കൂടമാക്കും ഒന്നും കിട്ടിയില്ല. അന്ന് നമ്മൾ ഉയിർ കിട്ടിയത് ഭാഗ്യമാണ്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് എല്ലാവരും നല്ല നോക്കി, എല്ലാം നമ്പർ മാറ്റി ബാക്കി നോക്കി. പിന്നെ MP നമ്മൾ പ്രിയഗാന്ധി ആദ്യം ഇവിടെ എത്തേണ്ടതാണ്. നമുക്കെല്ലാം ഈ വയനാട്ടിൽ അവരാണ് ഫസ്റ്റ്. അവർ വന്ന് നോക്കിയാലേ നമുക്ക് അവർക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അതൊക്കെ അവർ വന്ന് നോക്കേണ്ടതാണ്. പിന്നെ പഞ്ചായത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർ ആസ്പത്രിയിലൊക്കെ അവർ സ്വന്തം പൈസ ഉള്ള ചിലവാക്കുന്നുണ്ട്. അതൊന്നും കിട്ടിയില്ല. പക്ഷെ ഇവിടുത്തെ MP ഇതുവരെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ ഇവിടെ എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരാളാണ്. അവരാണ് മുൻഗണന എടുക്കേണ്ടത്. അത് ഇതുവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ബാക്കി ഇവർ പരിക്കേറ്റവർക്ക് ഇതുവരെ ഒരു പൈസ പോലും കൊടുത്തില്ല സർക്കാരിന്. ഇതിനു മുമ്പുള്ള സർക്കാരൊക്കെ കൊടുത്തിരുന്നങ്ങനെ. ഈ സർക്കാർ ഇതുവരെ 10 പൈസ കൊടുത്തില്ല. മുരുകണ്ണനും അതുപോലെ തന്നെ ദുരന്ത ബാധിതരായ ആളുകളുമാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അവരൊക്കെ തന്നെ പറയുന്നത് MP ഇതുവരെ ഇവിടേക്ക് എത്തിയിട്ടില്ല. ഒരു ദുരന്തം നടന്നാൽ ആദ്യം എത്തേണ്ട ആളാണ്. അവരുടെ കൂടി വോട്ടർമാരാണ് ഇവരൊക്കെ തന്നെ. ഇതുവരെ MP ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള പരാതി തന്നെയാണ് കള്ളാടിയിൽ നിന്നും ഉയരുന്നത്. ക്യാമറാമാൻ അനു കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. വയനാട്ടിൽ നിന്ന് PV ജോഷില കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോഷില, നോക്കൂ, ഇത്ര വലിയൊരു ദുരന്തം സംഭവിച്ച ആ നിമിഷം മുതൽ വലിയ അനാസ്ഥയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ് ക്യാമ്പിൽ കഴിഞ്ഞവർക്ക് അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇതാ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ചികിത്സാ സഹായം പോലും ലഭിച്ചില്ല എന്നാണ് ദുരന്ത ബാധിതർ പറയുന്നത്. ഒപ്പം ഇത്ര വലിയൊരു ദുരന്തം നടന്നിട്ട് ഈ സ്ഥലം MP പ്രിയങ്ക ഗാന്ധി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള വലിയ ആക്ഷേപവും ഉയരുന്നുണ്ട്. ആര്യ, കള്ളാടി ദുരന്തം നടന്നിട്ട് 10 ദിവസം തികയുകയാണ്. ആ ദിവസം പോലും സ്ഥലം MP പ്രിയങ്ക ഗാന്ധി ഇതുവരെ ഈ ഒരു സ്ഥലത്ത് സന്ദർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ആളുകളൊക്കെ തന്നെ ഈ ദുരന്ത ബാധിതരായ ആളുകളും ഈ ദുരന്ത ബാധിത പ്രദേശത്തെ ആളുകളും തോട്ടം തൊഴിലാളികളും എല്ലാം തന്നെ അമർഷത്തിലാണ്. കാരണം അവർക്ക് ആരോടെങ്കിലും എന്തെങ്കിലും സംസ്ഥാന സർക്കാരോ അവരെ അവഗണിക്കുകയാണ്. അതേസമയം തന്നെ സ്ഥലം MP സ്ഥലത്തെത്തുന്നില്ല. അവരോട് പോലും ഈ കാര്യങ്ങളൊന്നും പറയാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ തന്നെ നീങ്ങുന്നത്.
മറ്റൊരു കാര്യം, ദുരന്തത്തിലെ ആ ഒരു വീഡിയോ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ ദുരന്തത്തോടൊപ്പം ഒലിച്ചു വരുന്ന ആ മണ്ണൊലിപ്പിനൊപ്പം വരുന്ന ഒരു ഭർത്താവും ഭാര്യയും, തോട്ടം തൊഴിലാളികളായ ഭർത്താവും ഭാര്യയുമാണ്. അവരെ ടാങ്കർ ലോറിക്കടിയിൽ പെടുന്നു. ഭാര്യയെ, കൂടമ്മാൾ എന്നാണ് പേര്, അവരെ ടാങ്കർ ലോറിയുടെ അടിയിൽ നിന്നും വലിച്ചെടുക്കുകയാണ്. അവർക്ക് ഇപ്പോഴും ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ആയുർവേദ ചികിത്സയാണ് പറഞ്ഞിരിക്കുന്നത്. കൈക്കൊക്കെ തന്നെ തകരാറുണ്ട്. ആദ്യം വിംസ് ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടിയത്. എന്നാൽ അവർക്ക് ഇന്ന് വരെ ഈ ചികിത്സാ സഹായങ്ങളൊന്നും തന്നെ ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് കൂടമ്മാളും അവരുടെ ഭർത്താവ് പാൽരാജും പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ദുരന്ത ബാധിതരെ അല്ലെങ്കിൽ ദുരന്തബാധിത പ്രദേശത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ച ക്യാമ്പുകളിൽ അടിയന്തര സഹായങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല, ഇപ്പോഴും നൽകിയിട്ടില്ല. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ദുരന്തം ബാധിച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ്. 5 ദിവസമാണ് ഇവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. ഈ ക്യാമ്പുകളിലേക്ക് മാറ്റുമ്പോൾ പോലും 5 ദിവസത്തെ കൂലി, തൊഴിലിന് പോകാൻ പറ്റാത്ത അവസ്ഥ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ തൊഴിലിന് പോകാതെ പട്ടിണിയാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ തന്നെ പോയിട്ടുള്ളത്. ഒരു ദിവസത്തെ കൂലി ഇല്ലാതായാൽ പോലും കുടുംബം പട്ടിണിയിലേക്ക് പോകും. അങ്ങനെ ഒരാഴ്ച, ഏകദേശം ഒരു 5 ദിവസമെങ്കിലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞവരാണ്. അവരെ ഇപ്പോഴും മാറ്റിയിരിക്കുന്നത് ഈ ഒരു മണ്ണ് കൂട്ടിയിട്ട പ്രദേശത്തിന് തൊട്ട് മേലെയുള്ള പാടിയിലേക്കാണ്. ആ പാടിയിലാണ് അവരിപ്പോഴും താമസിക്കുന്നത്. അവർക്ക് ഒരു അടിയന്തര ധനസഹായം നൽകാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അതേപോലെ തന്നെ സ്ഥലം MP സ്ഥലത്തെത്തിയിട്ടില്ല. ഇതുവരെ 10 ദിവസമായി ദുരന്തം നടന്നിട്ട് വലിയൊരു ദുരന്തമാണ്. 8 പേർ മരണപ്പെട്ട ദുരന്തമാണ് നടന്നിട്ടുള്ളത്. 18 പേർ ഈ മണ്ണിനടിയിൽ പെട്ട് 10 പേരെ രക്ഷപ്പെടുത്തിയതാണ് ആദ്യ ദിവസം നാട്ടുകാരൊക്കെ തന്നെ. 8 പേരുടെ മൃതദേഹമാണ് കണ്ടെടുത്തിട്ടുള്ളത്. എന്നിട്ട് പോലും ഒരു സ്ഥലം MP സ്ഥലത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സംസ്ഥാന സർക്കാരിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ MP വന്നാലെങ്കിലും എന്തെങ്കിലും പറയാൻ സാധിക്കുമല്ലോ എന്ന് ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് ഈ 10 ദിവസമായിട്ടും MP സ്ഥലത്തെത്തിയിട്ടില്ല എന്നുള്ളത്. ഒരു വലിയ ദുരന്ത മുഖത്ത് നിന്നുകൊണ്ട് ജനങ്ങൾ സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത്. ശരി, PV ജോഷിലയാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.